ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നിട്ട് 106 വർഷം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രക്തരൂഷിതമായ സംഭവമാണ് ജാലിയൻ വാലാബാഗിൽ ഉണ്ടായത്. ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ജനറൽ ജയറാണ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗളറ്റ് നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങൾ അരങ്ങേറി. 1919 ഏപ്രിൽ 13 സിഖുകാരുടെ വൈശാഖി ഉത്സവത്തിന് വലിയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചു. 10,000-നടുത്തു വരുന്ന ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ യോഗം ചേർന്നു. വിവരമറിഞ്ഞ ജനറൽ ഡയർ ഗൂർഖ റെജിമെന്റുമായെത്തി ജനക്കൂട്ടത്തിനു നേരെ വെടിവയ്പ്പിന് ഉത്തരവ് നൽകി. മതിലുകളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിലേക്കുള്ള വാതിലുകൾ ഇടുങ്ങിയതാണ്. പ്രവേശനവാതിൽ ഡയറിന്റെ സൈന്യം അടപ്പിച്ചു. യോഗം പിരിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകാതെയാണ് ഡയർ വെടിവയ്പ്പിന് ഉത്തരവിട്ടത്. രക്ഷപ്പെടാനുള്ള എല്ലാ വാതിലുകളും അടച്ചിട്ടുള്ള അതിക്രൂരമായ നടപടി. 10 മിനിറ്റോളം നീണ്ടുനിന്ന വെടിവയ്പ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ വെടിയേറ്റു വീണു. 379 പേർ കൊല്ലപ്പെട്ടെന്നാണ് ബ്രിട്ടീഷുകാരുടെ റിപ്പോർട്ട്. എന്നാൽ രക്തരൂക്ഷിതമായ അക്രമത്തിൽ 1000-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത കണക്ക്. വെടിവയ്പ്പിന് ദൃക്സാക്ഷിയായ ഉധം സിംഗ് പിൽക്കാലത്ത് മൈക്കൽ ഡയറിനെ വെടിവെച്ചു കൊലപ്പെടുത്തി. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യം കുറിക്കപ്പെട്ട സംഭവങ്ങളിലൊന്നായി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കണക്കാക്കപ്പെടുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെന്ന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ തന്റെ ഇന്ത്യ സന്ദർശനത്തിനിടെ പറഞ്ഞു. കൂട്ടക്കൊലയുടെ 100-ാം വാർഷികത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ ഖേദം പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഉണങ്ങാത്ത മുറിവാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റിസർച്ച് ഡെസ്ക് 24.